ഹലോ, വെൽക്കം ടു ഷാലൂസ് വേൾഡ്. അസ്സലാമു അലൈക്കും. അപ്പം ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ ചിക്കൻ കറിയാണ്. പക്ഷേ ഈ നാടൻ ചിക്കൻ കറിക്ക് ഒരു സ്പെഷ്യൽ ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. അതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലെന്തൊക്കെയാണ് വേണ്ടിയതെന്ന്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടിയത് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. അടുത്ത് നമുക്ക് വേണ്ടിയത് 1/2 ടീസ്പൂണ് ജീരകവും ഒരു ചെറിയൊരു പട്ടയും 5-6 ഏലക്കയും അതേപോലെ 6-7 വറ്റൽ മുളകും. പിന്നെ നമുക്ക് വേണ്ടിയത് കറിവേപ്പിലയാണ്. പിന്നെ 2 മീഡിയം സൈസുള്ള സവോള. ഇനി നമുക്ക് വേണ്ടിയത് 3-4 പച്ചമുളകും അതേപോലെ ഇഞ്ചി വെളുത്തുള്ളിയുടെ 2 ടേബിൾ സ്പൂണ് ചതച്ചതും. ഇനി നമുക്ക് വേണ്ടിയത് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂണ് ഗരം മസാല, 1/2 കപ്പ് തേങ്ങാപ്പാൽ, ആവശ്യത്തിന് ഉപ്പ്, 1 കിലോ ചിക്കൻ. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ടിയത്. അപ്പം നമുക്ക് ആദ്യം ഒരു കടായി ചൂടാക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ട് അതിലോട്ട് നമുക്ക് ഈ വറ്റൽ മുളകെല്ലാം ഇടാം. എന്നിട്ട് ഇതിലോട്ട് ഞാൻ നേരത്തെ കഴുകി വെച്ച കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ച സവാളയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ വറ്റൽ മുളകും അതേപോലെ നമ്മൾ കറിവേപ്പിലയും സവോളൊക്കെ ഇട്ടിട്ട് നന്നായി മൂപ്പിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളിയും കൂടിയും അതേപോലെ പച്ചമുളകും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഇനി നമുക്കൊന്ന് നന്നായി മൂത്തതിന് ശേഷം നമുക്കിതിൽ ഏലക്കയും അതേപോലെ ജീരകവും അതേപോലെ ചെറിയൊരു പട്ടയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മൂത്തതിന് ശേഷം നമുക്കിത് ഒരു ബൗളിൽ മാറ്റിയിട്ട് ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായി ഗ്രൈൻഡ് ചെയ്തിട്ടൊരു പേസ്റ്റ് പോലെ ആക്കാം. അങ്ങനെ കണ്ടില്ലേ, നമ്മൾ പേസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി സെയിം കടായിൽ തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഇട്ടിട്ട് അതിലോട്ട് ഈ പേസ്റ്റ് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ഫ്ലെയിം ഇപ്പോൾ നല്ല മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. എന്നിട്ട് നന്നായി ഒന്ന് നമുക്ക് ആ റോ സ്മെല്ലൊന്ന് പോണ വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പം നന്നായി ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ സ്പൈസസ് ആഡ് ചെയ്യാൻ പോണാണ്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും അതേപോലെ ഗരം മസാലപ്പൊടിയും. അപ്പോൾ ഓരോന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എപ്പോഴും സ്പൈസസ് ഇടുന്ന സമയത്ത് നമ്മളെ ഫ്ലെയിം എപ്പോഴും ചെറിയ ഫ്ലെയിമിലായിരിക്കണം. പെട്ടെന്ന് നമ്മളെ പൊടികളൊക്കെ വേഗം കരിയും. അപ്പോൾ എപ്പോഴും അത് ശ്രദ്ധിക്കണം. സ്പൈസസ് ഇടുന്ന സമയത്ത് നമ്മളെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ചിരിക്കണേ. അങ്ങനെ എല്ലാം പൊടിയും ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് ആ സ്മെല്ലൊന്ന് കളയാം കേട്ടോ. ഇതിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചില്ലേ, ഇതിൻ്റെ സ്പെഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ തക്കാളി യൂസ് ചെയ്യുന്നില്ല. നമ്മൾ തക്കാളി യൂസ് ചെയ്യാണ്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. അതുപോലെ നമ്മൾ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായി ഇളക്കിയിട്ട് നമുക്കൊരു ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ കറിയുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നല്ല കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനും കൂടി ആഡ് ചെയ്യാം നമുക്ക്. അപ്പോൾ ചിക്കൻ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് തന്നെ ഞാൻ ആഡ് ചെയ്യണത്. ഇത് വേവിച്ചിട്ടൊന്നുമില്ല, നേരെ ഇതിലോട്ട് ആഡ് ചെയ്യണതാണ്. അപ്പോൾ ഇതിന് വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം കേട്ടോ ഇതിലിടാൻ. കാരണം ഇതിൽ എക്സ്ട്രാ വെള്ളം ഒന്നും ആഡ് ചെയ്യുന്നില്ല നമ്മൾ പിന്നെ യൂസ് ചെയ്യണത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഇതിൽ വെള്ളം ആഡ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ നന്നായി ഈ മസാലയൊക്കെ നല്ല പിടിക്കണ പോലെ നന്നായി ഒന്ന് ഇളക്കിയെടുക്കേ. നല്ലോണം
ഇളക്കിയിട്ട് നമ്മൾ മസാലയൊക്കെ എല്ലായിടത്തും പിടിച്ചതിന് ശേഷം നമുക്കിത് എന്ത് ചെയ്യാം, ഒരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം, ഒരു മീഡിയം ഫ്ലെയിമിൽ. ഇപ്പോൾ 10-15 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നപ്പോഴോ ഇതിലത്തെ വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഈ ചിക്കൻ്റെ വെള്ളമാണിത്, നമ്മൾ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ചിക്കൻ്റെ വെള്ളം മാത്രം മതി ഇതിലോട്ട് ഒരു കറിയുടെ ഒരു കൺസിസ്റ്റൻസി ആവാൻ. അപ്പോൾ എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഫ്ലെയിം നല്ല മീഡിയം ഫ്ലെയിമിലാണ്. ഇനി നമുക്കിതിലോട്ട് എന്താ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ തേങ്ങാപ്പാലുണ്ടല്ലോ, ആ തേങ്ങാപ്പാലും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മളെ ചിക്കനൊക്കെ നന്നായി കുക്കായിട്ടുണ്ട് കേട്ടോ, നല്ല കുക്കായിട്ടുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് തേങ്ങാപ്പാലും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളൊരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമുക്ക് ഓഫാക്കാം ഫ്ലെയിം. കാരണം നമ്മൾ തേങ്ങാപ്പാൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പിരിയും, അതുകൊണ്ട് ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേനും തന്നെ നമ്മൾ ഫ്ലെയിം ഓഫാക്കണേ. അപ്പോൾ നമ്മളെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഇത് ട്രൈ ചെയ്ത് നോക്കണം, തക്കാളി ഇല്ലാണ്ട് തന്നെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പ്ലീസ് മറക്കരുതേ.